أعوذ بالله من الشيطان الرجيم من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സുപ്രധാനമായ വിശദമായ നിലക്ക് ചർച്ച ചെയ്യേണ്ടുന്ന, സംസാരിക്കേണ്ടുന്നൊരു വിഷയമാണ്. സമയം വളരെ പരിമിതമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ പലപ്പോഴായി കേൾക്കാറുള്ളൊരു പദമാണ് അഖീദ. അഹ്ലുസുന്നയുടെ അഖീദ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് അഖീദ, എന്തിനാണ് അഖീദ, അതാണ് നമ്മൾ ഇന്ന് ചുരുക്കി മനസ്സിലാക്കാനുള്ളത്. അഖദ എന്ന വാക്കിൻ്റെ അർത്ഥം കെട്ടിയിടുക, ബന്ധിപ്പിക്കുക എന്നൊക്കെയാണ്. അപ്പം നമ്മളെ അള്ളാഹുമായി കെട്ടിയിടുക, നമ്മളെ അള്ളാഹുമായി ബന്ധിപ്പിക്കുക, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾക്കാണ് അഖീദ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുമായുള്ള ബന്ധം നമുക്കില്ലാതെ നമ്മൾ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമല്ല. അതുകൊണ്ടാണ് ഒരു അമുസ്ലിമായ, ഒരു ഇസ്ലാം സ്വീകരിക്കാത്ത ഒരാളുടെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കൂല എന്ന് പറയാനുള്ള കാരണം എന്താ? അവൻ്റെ ബന്ധം അള്ളാഹുമായിട്ടായിട്ടില്ല. അള്ളാഹുമായി ബന്ധമാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടോ അതൊക്കെ വിശ്വസിക്കണം. അള്ളാഹു ഉണ്ട്, അത് അഖീദയുടെ ഒരു ഭാഗമാണ്. അള്ളാഹു ആരാധനക്കർഹനാണ്, അത് അഖീദയുടെ ഭാഗമാണ്. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ, അത് അഖീദയുടെ ഭാഗമാണ്. അതേപോലെ തന്നെയാണ് മലക്കുകൾ, പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, പരലോകത്തുള്ള നമ്മുടെ മീസാന്, അതുപോലെ തന്നെ കർമ്മരേഖകൾ, ഇതൊക്കെ നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ്. ഈ കാര്യങ്ങളിൽ ലവലേശം പോലും സംശയമില്ലാതെ സമ്പൂർണമായ നിലക്ക് ഒരാൾ വിശ്വസിച്ചെങ്കിൽ മാത്രമേ അവൻ പിന്നീട് ചെയ്യുന്ന കർമ്മങ്ങൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മിൽ ആദ്യം വേണ്ടത് ഇത്തരത്തിലുള്ള അഖീദകളാണ്. കാരണം അഖീദ അടിത്തറയാണ്. എന്തുകൊണ്ട് അഖീദ ആദ്യം വേണം? അത് വിശദീകരിക്കാനുള്ള കാരണം, പലപ്പോഴും നമ്മളൊക്കെ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ പ്രഭാഷണങ്ങൾ അധികവും വരെ തൗഹീദാണ്. അത് എന്തുകൊണ്ടാണത്? അത് അഖീദയുടെ ഒരു ഭാഗമായത് കൊണ്ടാണ്. അപ്പൊ അഖീദയാണ് നമ്മുടെ അടിത്തറ. അടിത്തറ ഇളകിക്കഴിഞ്ഞാൽ പിന്നെ മുകൾ ഭാഗത്തുള്ളത് എപ്പോഴും ഇളകാം, എപ്പോഴും അറിയാം. അതുകൊണ്ടാണ് സൂറത്തുൽ ഇബ്രാഹീമിലൂടെ അല്ലാഹു തആല പറഞ്ഞത്, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ. അല്ലാഹു തആല നല്ല മരത്തിന്റെ ഉദാഹരണം, ഒരു നല്ല വചനത്തിന്റെ ഉദാഹരണം പറയാണ്. അത് നല്ല മരം പോലെയാണ്. ആ മരത്തിന്റെ പ്രത്യേകത എന്താണ്? അസ്ലുഹാ സാബിതുൻ, അതിന് അടിഭാഗം നല്ല ഉറപ്പുള്ളതാണ്. ഫറഉഹാ ഫിസ്സമാ, അതിന്റെ മുകൾ ഭാഗം ആകാശത്ത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അപ്പൊ അടിഭാഗം നല്ല ഉറപ്പുള്ളത് കൊണ്ട് ഏത് സന്ദർഭത്തിലും എന്ത് പ്രതിരോധം വന്നാലും, ശക്തികൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വന്നാലും ആ മരം മറിയൂല. അത് നല്ല ഉറപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ മരം എപ്പോഴും മറ്റുള്ളവർക്ക് ഇങ്ങനെ ഉപകാരം ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. അതിനെ തണൽ ആളുകൾക്ക് കിട്ടും, അതിൽ നിന്നുള്ള പഴങ്ങൾ ആളുകൾക്ക് കിട്ടും. അതാണ് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം എല്ലാ സന്ദർഭങ്ങളിലും ആ മരം അതിന് ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് നല്ലൊരു ഉദാഹരണം പറഞ്ഞതാ. ഇസ്ലാമിന്റെ അടിസ്ഥാന വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് കലിമത്തുൻ ത്വയ്യിബ, നല്ല വചനം. അതിന്റെ ഉദാഹരണം ഏതുപോലെയാണ്? അടിയുറപ്പുള്ള നല്ല മരം പോലെയാണ്. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ, ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല ഉപമകൾ വിശദീകരിക്കുകയാണ്. ഇനി അടിത്തറ ദുർബലമാണെങ്കിലോ? മേൽക്കൂര ഒരിക്കലും അതിൽ നിലനിൽക്കുകയില്ല. എപ്പോഴും അതിൽ പേടിച്ചുകൊണ്ടിരിക്കണം, തകർന്നു വീഴാം, നശിച്ചു പോകാം. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും അഖീദ ശരിയല്ല എങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾ അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോകുന്നത്? അഖീദയിൽ വന്ന പിഴവാണ്. എന്തുകൊണ്ടാണ് ചെറിയൊരു പരീക്ഷണം വരുമ്പോഴേക്കിനും, ബുദ്ധിമുട്ട് വരുമ്പോഴേക്കിനും അവൻ ആത്മഹത്യയുടെ പിറകെ പോകുന്നത്? അഖീദയുടെ പ്രശ്നമാണ്. കാരണം ശരിയായ അഖീദ ഉൾക്കൊള്ളുകയാണ് ഒരാൾ. എന്ത്? തനിക്ക് എന്ത് പ്രയാസം ബാധിച്ചാലും ലാ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹ് രേഖപ്പെടുത്തിയതല്ലാതെ എനിക്ക് ബാധിക്കുകയില്ല. അതൊരു അഖീദയാണ്, വിശ്വാസമാണ്. ഇനി എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു, രോഗം വന്നാലോ?
മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ ഹത്ത ശൗകത്ത് യുശാകുഹാ ഇല്ലാ കഫറല്ലാഹു അൻഹു ബിഹി ഖതായാഹു. എന്ത് വിഷമവും ദുഃഖവും ബുദ്ധിമുട്ടും ബാധിച്ചാലും ഒരു മുള്ള് തറക്കുന്നത് പോലും വിശ്വാസിക്ക് അനുഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായി അല്ലാഹു തആല അവന്റെ പാപം പുറത്തു കൊടുക്കും. അതൊരു അഖീദയാണ്. അപ്പൊ ഇങ്ങനെ പ്രയാസം വരുന്ന ആളുകൾ എന്ത് ചെയ്യൂല? അവൻ അതിന്റെ ഭാഗമായിട്ട് അള്ളാഹിനെ ചീത്ത പറയാനോ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് എതിരെ സംസാരിക്കാനോ അതല്ലെങ്കിൽ തെറ്റായ വഴികൾ ഈ ലോകത്തിന്റെ ശമനത്തിന് വേണ്ടി സ്വീകരിക്കാനോ അവന് മുന്നിടുകയില്ല. കാരണം അവന്റെ അഖീദ ഉറച്ചിട്ടുണ്ട്. അഖീദ ശരിയല്ലെങ്കിലോ അതും അല്ലാഹു തആല പറഞ്ഞു, വമതലു കലിമത്തിൻ ഖബീസ, ചീത്ത വചനത്തിന്റെ ഉദാഹരണം കശജറത്തിൻ ഖബീസത്തിൻ, ചീത്ത മരം പോലെയാണ്. ഉജുതുസ്സത് മിൻ ഫൗഖിൽ അർള്, അത് ഭൂമിന്റെ മുകൾ ഭാഗത്ത് നിന്ന് പറിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിന് വേരൊന്നും ഉറച്ചു നിൽക്കുന്നില്ല ഭൂമിയിൽ. മാ ലഹാ മിൻ ഖറാർ, അതിന് ഒരു ഉറപ്പുമില്ല, യാതൊരു ദൃഢതയും അതിന് ഭൂമിയിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അത് മറിഞ്ഞു വീഴും, തകർന്നു വീഴും, അതതിൻ്റെ നാശമാണ്. ചുരുക്കി പറഞ്ഞാൽ അഖീദ അടിത്തറയാണ്. അഖീദ ഇല്ലെങ്കിൽ മനുഷ്യന്റെ ഇഹപര ജീവിതത്തിന്റെ നാശമാണ് സംഭവിക്കുക. അതുകൊണ്ടാണ് ലോകത്തേക്ക് വന്ന എല്ലാ പ്രവാചകന്മാരും ഈ അടിത്തറ ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിലേക്ക് വന്നിട്ട് ആദ്യമായി പറഞ്ഞതും ലോകത്തോട് കഴിഞ്ഞുപോയ പ്രവാചകന്മാരൊക്കെ പറഞ്ഞതും എന്താണ്? വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ ഉമ്മത്തിലേക്കും നാം പ്രവാചകന്മാർ നിയോഗിച്ചു. അനി അബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണം. വജ്തനിബുത് താഗൂത്ത്, അല്ലാഹു അല്ലാത്ത പൈശാചികമായ എല്ലാ ശക്തികളെയും നിങ്ങൾ ഒഴിവാക്കുകയും വേണം. അപ്പൊ ഇത് പറയാൻ ഇതാണ് അടിത്തറ. ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം പിന്നീടുള്ള കാര്യങ്ങളൊക്കെ, സൽക്കർമ്മങ്ങളൊക്കെ മനുഷ്യന്മാർ ചെയ്യാൻ. ഇത് ഒരു നബി മാത്രമല്ല, എല്ലാ നബിമാരും പറഞ്ഞ കാര്യമാണ്. ഈ അഖീദയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക രാജ്യത്ത് എന്നും ആളുകൾക്കിടയിൽ ഉറപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചതും കഠിനാധ്വാനം ചെയ്തതും. മഹാനായ ത്വാരിഖ് ബിനു അബ്ദുല്ല അൽ മഹാരിബി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. എങ്ങനെ കണ്ടു? യമുറു ഫീ സൂഖി ദിൽ മിജാസ്, മക്കയിലെ പ്രധാനപ്പെട്ട ചന്തയാണ് സൂഖ് ഉക്കാൽ ചന്തയും ദുൽമജാസ് ചന്തയും ഒക്കെ. ആ ചന്തയിലൂടെ പ്രവാചകൻ ഇങ്ങനെ നടക്കുകയാണ്. വഅലൈഹി ഹുല്ലത്തുൻ ഹംറാ, നബിയുടെ ശരീരത്തിൽ ഒരു ചുവന്ന വസ്ത്രമുണ്ട്. വഹുവ യഖൂൽ, ആ വസ്ത്രം ധരിച്ചിട്ട് ജനങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കും. എന്നിട്ട് പറയും, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പൊ വിജയം വേണോ? അടിത്തറയായി ആദ്യം വേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അത് ശരിയായിട്ടില്ലെങ്കിൽ, അത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവൻ ചെയ്യുന്ന ഒരു കർമ്മത്തിനും റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യതയില്ല. ഇത് പറഞ്ഞുകൊണ്ട് നബി ജനങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോ വറജുലുൻ യബ്തബിഉഹു വയർമീഹി ബിൽ ഹിജാറ, വേറെ ചില ആളുകൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെടുത്തുകൊണ്ട് എറിയുകയാണ്. വഖദ് ഉദ്മിയ കഅബഹു, പ്രവാചകന്റെ കാലിൽ നിന്ന് പോലും രക്തം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വഹുവ യഖൂൽ, വീണ്ടും പ്രവാചകൻ വീണ്ടും ഈ ആള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ലാ തുതിഉഹു, ഇതാ ഈ പറയുന്ന മുഹമ്മദിനെ നിങ്ങൾ അനുസരിക്കരുത്. അപ്പോ ഏത് കാലത്തും ജനങ്ങൾ എതിർത്തത് ഈ അഖീദയെയാണ്. ഏത് കാലത്തും പ്രവാചകന്മാർ ജനങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചതും ഈ അഖീദയാണ്. ഈ അഖീദ ശരിയാകാത്ത പക്ഷം പിന്നീട് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും വിജയമുണ്ടാവുകയില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ ഒരാള് നബിയെ കണ്ടപ്പോൾ നബിയോട് പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത, നിങ്ങളും അള്ളയും ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കും. അപ്പൊ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ഒക്കെ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ. അങ്ങനെ പറയാൻ പാടില്ല, അത് നമ്മുടെ അഖീദയ്ക്ക് എതിരാണ്. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹ്ക്ക് സമമാക്കുകയാണോ? ഖുൽ മാഷാ അല്ലാഹു വഹദ, അല്ലാഹ് മാത്രം ഉദ്ദേശിച്ചത് എന്ന് പറയും. അതിലേക്ക് നമ്മൾ ആരും ചേർത്താൻ പാടില്ല. ഒക്കെ നിങ്ങളും അള്ളയും ഉദ്ദേശിച്ച പോലെ, അല്ലെങ്കിൽ ഞാനും അള്ളയും ഉദ്ദേശിച്ച പോലെ എന്ന് പറയാൻ പാടില്ല. മാഷാ അല്ലാഹു വഹദ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അത് അഖീദ പഠിപ്പിക്കലാണ്. മറ്റൊരു ഹദീസിൽ, മൻ ഹലഫ ബിഗൈരില്ലാ, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ ഫഖദ് അശ്റക, അത് അവൻ ശിർക്ക് ചെയ്തു. അത് അവനെ അഖീദ പഠിപ്പിക്കുകയാണ്. മൻ അതാ അറാഫൻ ഔ കാഹിന, ആരെങ്കിലും ജ്യോത്സ്യന്മാരെ സമീപിച്ചാൽ, കണക്ക് നോട്ടക്കാരെ സമീപിച്ചാൽ, ഫസദ്ദഖഹു ബിമാ യഖൂലു, അവർ പറയുന്നതിനെ വിശ്വസിച്ചാൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ അവൻ നിഷേധിച്ചു. അതൊരു അഖീദ പഠിപ്പിക്കുക. എന്തിനാ ഖുർആൻ നിശ്ചയിച്ചതുപോലെ ആകുന്നത്? എന്തുകൊണ്ടാണ്? അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഗൈബ് അറിയുന്നവൻ അള്ളാഹ് മാത്രം, മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു മാത്രം, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്ന്,
ഖൈറും ഷെറും തീരുമാനിക്കുന്നവൻ അള്ളാഹുവാണ്. ഇതിനപ്പുറം എൻ്റെ ഖൈറപ്പഴ, എൻ്റെ നന്മയപ്പഴ, എനിക്ക് എന്തിനാ നന്മയുള്ളത്, ഞാൻ എപ്പോഴാ വീട് കുറ്റിയടിക്കേണ്ടത്, ഇത് അന്വേഷിക്കാൻ വേണ്ടി ജ്യോത്സ്യന്മാരെയും കണക്കന്മാരെയും സമീപിക്കുമ്പോൾ ഖുർആനിൽ പറഞ്ഞ വിശ്വാസത്തിന് എതിര് വരുന്നുണ്ട്. അതുകൊണ്ട് അവൻ ഖുർആനിൽ നിഷേധിയാണ്. ഈ പണി ജ്യോത്സ്യന്മാർക്ക് മാത്രമുള്ളതല്ല, ഈ പണി ആരെടുത്താലും അത് തെറ്റു തന്നെയാണ്, അത് അഖീദക്ക് എതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായ കാലത്ത് അദ്ദേഹത്തോട് പറയുകയാണ്, യാ ഗുലാം, മോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിന്നെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ചെറുപ്പകാലം മുതലേ നമ്മുടെ മക്കളെ അഖീദയിലൂടെ നമ്മൾ വളർത്തിയെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് പറയാണ്, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹനെ സൂക്ഷിക്കണം, അല്ലാഹ് നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, നീ റബ്ബിനെ സൂക്ഷിക്കുക, നിന്റെ മുമ്പിൽ അല്ലാഹനെ കാണാം എന്ന് പറഞ്ഞാൽ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അല്ലാഹു തആല കൂടെ ഉണ്ടാകും. അതാണ് വമയബ്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ എന്ന് പറഞ്ഞ ആയത്തിന്റെ ഒരു ആശയമാണ്. എന്നിട്ട് പറയുന്നു, വഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിച്ചാൽ റബ്ബിനോട് ചോദിക്കണം. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, സഹായം തേടിയാൽ അല്ലാഹുവിനോട് സഹായം തേടണം. വഅലം, അറിയുക, അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലൻ യൻഫഉക ബിശൈഇൻ ഇല്ലാ മാ ഖദ് ഖതബഹു അല്ലാഹു ലക്, ലോകം മുഴുവൻ ഒരുമിച്ച് കൂടി നിനക്കൊരു നന്മ ചെയ്യാൻ, അത് ചെയ്യാൻ സാധ്യമല്ല, അല്ലാഹ് നിനക്ക് രേഖപ്പെടുത്തിയ നന്മയല്ലാതെ അവർക്കൊന്നും ചെയ്തു തരാൻ സാധ്യമല്ല. ഇനിയോ വലവിജ്തമഉ അലാ അൻ യദുറുക ബിശൈഇൻ ലം യദുറുക ബിശൈഇ ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബല്ലാഹു അലൈക്, അവരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് നിനക്ക് എതിരെ ഒരു ദ്രോഹം ചെയ്യാൻ തീരുമാനിച്ചാലോ അല്ലാഹ് രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും അവർക്ക് ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ എന്ത് മനസ്സിലാക്കണം? അതൊരു ശരിയായ ഒരു ഉറച്ച അഖീദയാണ്. എനിക്ക് ധൈര്യസമേതം എൻ്റെ ആദർശത്തോടുകൂടി മുന്നോട്ട് പോകാം. കാരണം എന്നെ ഒരാൾക്കും ദ്രോഹിക്കാൻ കഴിയില്ല. ഇവിടെ എല്ലാവരും ഉദ്ദേശിച്ചു എനിക്കൊരു നന്മ ചെയ്യാൻ സാധ്യമല്ല. കാരണം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്, റബ്ബേ, നീ തന്നതിനെ തടയാൻ ആരുമില്ല, നീ തടഞ്ഞതിന് നൽകാനും ആരുമില്ല. ആ അഖീദ ഉറച്ചു കഴിഞ്ഞാൽ ഏതൊരു വിശ്വാസിക്കും ആവേശത്തോടുകൂടി മുന്നോട്ട് നീങ്ങാൻ പറ്റും. പിന്നെയോ തനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നിരാശപ്പെടാതെ ജീവിക്കാനും സാധിക്കും. കാരണം എന്താ? അല്ലാഹ് രേഖപ്പെടുത്തിയതേ കിട്ടുകയുള്ളൂ, അതിനപ്പുറം വേറൊന്നും കിട്ടുകയില്ല. അപ്പൊ എനിക്ക് ഒരു സംഗതി നഷ്ടപ്പെട്ടാലും അതിന്റെ അർത്ഥം അത് റബ്ബ് എനിക്ക് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ്. അവന് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? ഈ അഖീദ അവൻ മനസ്സിൽ ഉറപ്പിച്ചത് കൊണ്ട്. സഹോദരന്മാരെ, നബിമാർ ഈ കാര്യങ്ങൾ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെക്കാൾ ശ്രേഷ്ഠരല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നബിമാര് പഠിപ്പിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് സമൂഹത്തിൽ ആദ്യം പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നബിമാർക്ക് സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ മാറ്റം നമുക്കും ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിന്റെ ചുരുക്കം അഖീദയാണ് അടിത്തറ, അതാണ് ആദ്യം കൊടുക്കേണ്ടത്. രണ്ടാമത്തേത്, അഖീദയുണ്ടെങ്കിൽ മാത്രമേ കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ക്രൈസ്തവ മിഷനറി പ്രവർത്തകന്മാരെ കാണാൻ സാധിക്കും. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ റബ്ബിനടുക്കൽ സ്വീകാര്യമല്ല. അത് ഇന്നതി എന്നില്ല, സ്വതക്കയാകട്ടെ അല്ലെങ്കിൽ നമസ്കാരമാകട്ടെ, ഏത് ഇബാദത്താകട്ടെ, അല്ലാഹ് പറഞ്ഞൊരു വിശ്വാസമുണ്ട്, ഒരു അഖീദയുണ്ട്. ആ അഖീദ ഉറപ്പിക്കാതെ മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങൾ അത് എത്ര തന്നെയായാലും അതെല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് ആ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബ, നോമ്പെടുത്താൽ പാപം പൊറുക്കും. പക്ഷെ നിബന്ധന എന്താണ്? ഈമാനം വഹ്തിസാബ, അത് അല്ലാഹ് കൽപ്പിച്ച കൽപ്പനയാണ്, അള്ളാഹിന്റെ നിയമമാണ് എന്ന ഈമാന് വേണം. ഞാനിത് ചെയ്താൽ അല്ലാഹ് പ്രതിഫലം തരും എന്ന ഉറച്ച വിശ്വാസം വേണം. അതാണ് അഖീദ. മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, റമളാൻ മാസത്തിൽ ഈമാനോടെ പ്രതിഫലേച്ഛയോടുകൂടി ഒരാള് രാത്രി നമസ്കരിച്ചാൽ മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടും. അപ്പൊ റമളാനിൽ മുൻകഴിഞ്ഞ പാപങ്ങൾ നോമ്പിലൂടെ അല്ലെങ്കിൽ ഖിയാമുൽ ലൈലിലൂടെ പൊറുക്കപ്പെടണമെങ്കിൽ നിയമം എന്താണ്? വ്യവസ്ഥ എന്താണ്? അവിടെ ഒരു അഖീദയുണ്ട്, അതാണ് ഈമാനം വഹ്തിസാബ. അതില്ലാതെ വീട്ടിലെല്ലാവരും തറാവീഹിന് പോവുകയാണ്, ഞാൻ ഒറ്റക്കാണ്, വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, പേടിയാണ്, ഞാനും പോവുകയാണ്, അത് അഖീദയല്ല. എല്ലാവരും വീട്ടിൽ നോമ്പെടുക്കുകയാണ്, ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കിടക്കട്ടെ ഞാനും നോമ്പെടുക്കുകയാണ്, ആ നോമ്പുകൊണ്ട് കാര്യമില്ല. കാരണം അത് അഖീദ കൊണ്ടുണ്ടാക്കുന്ന നോമ്പല്ല. അതാണ് ഏത് കർമ്മത്തിലും അടിസ്ഥാനപരമായി വരേണ്ടത്. എനിക്ക് ഈ കർമ്മത്തിന് എൻ്റെ റബ്ബ് പ്രതിഫലം നൽകണമെന്നുള്ള അചഞ്ചലമായ വിശ്വാസം. ശരിയായ ഒരു മുസ്ലിമിനെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം ഇപ്രകാരം കാണാം: ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു, അവരിൽ നിന്ന് നാം കർമ്മം സ്വീകരിക്കും. ആരെ കുറിച്ചാണ് പറയുന്നത്? യഥാർത്ഥ ഈമാനുള്ള ആളുകളിൽ നിന്ന്.
വതജാവസു അൻ സയ്യിആതിഹിം, അവരുടെ തിന്മകളെ നാം മായ്ച്ചു കളയും, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യും എന്ന് അല്ലാഹു തആല സൂറത്തുൽ അഹ്ഖാഫിലൂടെ പറയുന്നു. അപ്പോൾ ഈമാനുള്ളവരിൽ നിന്നേ കർമ്മം സ്വീകരിക്കുന്നുള്ളൂ. വമൻ യഅമൽ മിനസ്വാലിഹാത്തി, ആര് സൽക്കർമ്മം ചെയ്താലും, മിൻ ദക്കറിൻ ഔ ഉൻത, ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മം ചെയ്താൽ എങ്ങനെ ആയിരിക്കണം? വഹുവ മുഅ്മിൻ, അവൻ വിശ്വാസിയായിരിക്കണം. അതാണ് അഖീദ. അല്ലാഹു ആരാധനക്കർഹനാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതാണ് അടിസ്ഥാനം. പിന്നെ പരലോകമുണ്ട്, വിചാരണയുണ്ട്, ഖബറുണ്ട്. ആ ഖബറിലെ പല കാര്യങ്ങളും ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അതൊക്കെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെയും അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹിയുടെയും ഭാഗമായി വരും. അങ്ങനെ ഒരാൾ വിശ്വസിച്ചുകൊണ്ട് ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മം ചെയ്താൽ അവന്റെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കും. ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കും. വലാ യുദ്ലമൂന നഖീറ, ഇത്തപ്പന കുരുവിന്റെ പാട പോലും അതിന്റെ അളവിൽ ഇത്ര പോലും അവർ ആക്രമിക്കപ്പെടുകയില്ല. കർമ്മങ്ങൾ എത്ര നല്ലത് ചെയ്താലും എത്ര വലുത് ചെയ്താലും ശരിയായ അഖീദ ഇല്ല എങ്കിൽ ആ കർമ്മങ്ങൾ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ അത് ധൂളികളാക്കി മാറ്റുമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട് സൂറത്തുൽ ഫുർഖാൻ. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ, അവർ ചെയ്ത പ്രവർത്തനങ്ങളെ ആ പരലോകത്ത് നാം എന്താക്കി മാറ്റും? അത് അല്ലാഹു പറയാണ്, പരലോകത്ത് വന്നിട്ട് ഫജഅൽനാഹു ഹബാഅം മൻസൂറ, ചിതറപ്പെട്ട ധൂളി പോലെ, വെണ്ണീർ കൂട്ടിയിട്ട് കൂമ്പാരമായി ഒരുപാടുണ്ട് കാണുമ്പോൾ. പക്ഷെ ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ഒന്നും അവിടെ ബാക്കിയില്ല, അത് പറന്നു പോവുകയാണ്. എന്നതുപോലെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ഈമാനില്ലാതെ ചെയ്ത പ്രവർത്തനമാണോ നഷ്ടപ്പെട്ടു പോകും. ദാലിക ഹുദല്ലാഹി യഹ്ദീ ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, ഇതാണ് അല്ലാഹുവിന്റെ ഹിദായത്ത്. നബിമാർക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത ഹുദയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, ഇതാണ് ശരിയായ ഹിദായത്ത്. വലൗ അശ്റകൂ, ഈ നബിമാരെങ്ങാനും ശിർക്ക് ചെയ്താൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച കർമ്മങ്ങളൊക്കെ തകർന്നു പോകും. അപ്പൊ നബിമാരെ കുറിച്ചും അല്ലാഹു പറഞ്ഞു, ശിർക്കാണോ കർമ്മം നഷ്ടപ്പെടും. കാരണം ശിർക്ക് വന്നാൽ അഖീദ ശരിയായിട്ടില്ല എന്നാണ്. കുഫറുണ്ടോ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ കുഫറുണ്ടെങ്കിൽ അവന്റെ അഖീദയും വിശ്വാസവും ശരിയായിട്ടില്ല എന്നുള്ളതാണ്. ഈമാനിനെ ഒരാൾ നിഷേധിച്ചു, ഈമാൻ സ്വീകരിക്കേണ്ടതിന് പകരം ഈമാനിനെ അഖീദയെ തള്ളിക്കളഞ്ഞു, ഫഖദ് ഹബിത അമലു, അവന്റെ പ്രവർത്തനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഒരാൾ നമസ്കരിക്കുന്നുണ്ട്, അതിനെ എതിർക്കുന്നില്ല. പക്ഷെ അവൻ പറയാണ് പരലോകം ഉണ്ടെന്നോ പരലോകത്ത് നമസ്കാരത്തിന് പ്രതിഫലമുണ്ട് എന്നോ നമസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ നമസ്കരിക്കുകയൊക്കെ ചെയ്യാം. അത് വെറുതെയാണ്, അത് ഈമാനില്ലാത്ത നമസ്കാരമാണ്. അതുപോലെ തന്നെ നോമ്പും ഏത് കാര്യങ്ങളും അതാ അല്ലാഹു പറഞ്ഞത്, ഈമാൻ, ഈമാനിനെ നിഷേധിച്ചു, ഫഖദ് ഹബിത അമലുഹു, അവന്റെ കർമ്മം തകർന്നു പോകും. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, പരലോകത്ത് അവന് നഷ്ടക്കാരിൽപ്പെട്ടവനായി തീരും. അതുപോലെ തന്നെ അഖീദ ശരിയല്ലാത്ത ആളുകൾ അലഞ്ഞു തിരിഞ്ഞു നടക്കും, ലക്ഷ്യമില്ല, അവന് ഒന്നിനെയും ഭയമില്ല, അവന് എവിടേക്ക് പോകുന്നു എന്ന ചിന്തയില്ല. എന്നാൽ ശരിയായ അഖീദയുള്ളവനോ ഞാൻ മരിക്കും, അതൊരു അഖീദയാണ്. മരണശേഷം ഖബർ ചോദ്യമുണ്ട്, അതൊരു അഖീദയാണ്. ഖബർ വിശാലമാകും, അതൊരു അഖീദയാണ്. ഖബറിലേക്ക് സ്വർഗ്ഗ കവാടം തുറക്കപ്പെടും, അതൊരു അഖീദയാണ്. ഖബറിലേക്ക് സുഗന്ധം വരും സ്വർഗത്തിന്റെ, അത് അഖീദയാണ്. നരക കവാടം തുറക്കപ്പെട്ടാൽ നരകത്തിലെ ചൂടും ആ ചൂട് കാറ്റുകളും ഖബറിലേക്ക് വരും, അത് അഖീദയാണ്. ഇതുള്ളവനോ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗമുണ്ട്. ജീവിതം ചിട്ടപ്പെടുത്താനും ജീവിതം നന്മയിലൂടെ കൊണ്ടു നടത്താൻ വാക്കുകളാകട്ടെ, പ്രവർത്തനങ്ങളാകട്ടെ, സാമ്പത്തിക ഇടപാടുകളാകട്ടെ, സ്വഭാവങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഏത് മേഖലയാകട്ടെ, തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലും കൗടുംബികമായ കാര്യങ്ങളിലും സാമൂഹികമായ കാര്യങ്ങളിലും ഏത് വിഷയത്തിലും മനുഷ്യന് ധാർമ്മികത ഉണ്ടാകണമെങ്കിൽ അവൻ്റെ മനസ്സിൽ ആദ്യം വേണ്ടത് അഖീദയാണ്. അതുകൊണ്ട് ആ തൗഹീദുള്ളവൻ്റെ സ്വഭാവമേ നന്നാവുള്ളൂ, അഖീദയുള്ളവന്റെ കർമ്മങ്ങളെ നന്നാവുകയുള്ളൂ. അതും വിശുദ്ധ ഖുർആനിലൂടെ ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരു 5 മിനിറ്റ് കൂടി. അഖീദയാണ് ആൺകുട്ടികളെ വളർത്തുന്നത്. ആൺകുട്ടി എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോഴുള്ള ആണും പെണ്ണും അതല്ല. ഏതൊരു കാര്യത്തിലും ഉറച്ചു നിന്നുകൊണ്ട് പരീക്ഷണങ്ങളെ നേരിട്ടുകൊണ്ട് ആ പരീക്ഷണങ്ങളിൽ പതറാതെ അള്ളാഹിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ ആ നിലക്കുള്ള ഒരു ആൺകുട്ടി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ആർക്കാ സാധിക്കുക? നല്ല അഖീദയുള്ളവന്. അത് ആദർശ രംഗത്താണെങ്കിലും ശരി, ഇനി ഭൗതിക രംഗത്താണെങ്കിലും ശരി. രോഗം വന്നു, ആശുപത്രിയിലേക്ക് പോയി, അല്പം ശമനം കിട്ടി, 2ാമത്തെ ദിവസം വീണ്ടും അസുഖം കൂടുന്നു, എന്നും പ്രയാസം, എന്നും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, എന്നും പരീക്ഷണങ്ങൾ. എന്താ റബ്ബ് ഇങ്ങനെ എന്നവൻ ചിന്തിക്കാൻ പാടില്ല. എന്താ റബ്ബിന്റെ തീരുമാനം എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ അവൻ ചിന്തിക്കാൻ പാടില്ല.
അത് റബ്ബ് എന്ത് തീരുമാനിച്ചാലും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അത് പറയാൻ സാധിക്കണമെങ്കിൽ അവിടെ ഒരു അഖീദ വരേണ്ടതുണ്ട്. എന്നെ സൃഷ്ടിച്ച റബ്ബ് എൻ്റെ കാര്യത്തിൽ ഖൈറ് മാത്രമേ എനിക്ക് ഉദ്ദേശിക്കുന്നുള്ളൂ. ആ ഖൈറിനാണ് ഈ കാര്യങ്ങളെല്ലാം. എനിക്ക് ഈ പരീക്ഷണം ഖൈറിനായിരിക്കാം. സാമ്പത്തികമായ പരീക്ഷണം, അതേപോലെയുള്ള ശാരീരികമായ പരീക്ഷണം, കുടുംബത്തിലെ പരീക്ഷണം, മറ്റു ഭൗതികപരമായ പല വിഷയങ്ങളും, അവിടെ വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും റബ്ബ് എൻ്റെ കാര്യത്തിൽ ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ടായിരിക്കാം. കാരണം അള്ളാഹു ഒരാളിൽ നന്മ ഉദ്ദേശിച്ചാൽ അവന് കൂടുതൽ പരീക്ഷണങ്ങൾ കൊടുക്കുമെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പരീക്ഷണങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ, ഉറച്ചു നിൽക്കാൻ, അവിടെ അള്ളാഹുവിനെ കൈവിടാതെ, അള്ളാഹുവിന്റെ ദീനിനെ കൈവിടാതെ, ശിർക്കിന്റെ വഴികളിലേക്ക് പോകാതെ, അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോകാതെ, തൻ്റെ ഇച്ഛാശക്തിയെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മനുഷ്യന് എത്തിച്ചേരാതെ ഉറച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ അവിടെ പ്രവർത്തിക്കേണ്ടത് അവന്റെ യഥാർത്ഥമായ അഖീദയാണ്. ആ അഖീദ ഇല്ലെങ്കിലോ അവന് ക്ഷമിക്കാൻ സാധിക്കുകയില്ല. എനിക്ക് ഇതിന്റെ പേരിൽ റബ്ബ് പ്രതിഫലം തരും എന്ന ഒരു ഈമാനും ഒരു ദൃഢതയും ഒരു അഖീദയും അവൻ ഇല്ല എങ്കിൽ അവൻ തളർന്നു പോകും. പിന്നെ അവനെ നിരാശനായിക്കൊണ്ട് എപ്പോഴും കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഉദാഹരണം നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. എന്താ കാരണം? അവന് ഒരു നല്ല കാര്യം കിട്ടിയാൽ, നന്മ കിട്ടിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയും. രോഗമാണോ? എന്താ വിശേഷം? രോഗമുണ്ട്, അൽഹംദുലില്ലാ. കാരണം ഇത്രയല്ലേ ഉള്ളൂ. ഇതിനേക്കാൾ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടല്ലോ. അതേപോലെ തന്നെ എന്ത് കാര്യം വന്നാലും അൽഹംദുലില്ലാ. ഇനി ഒരു ബുദ്ധിമുട്ടാണെങ്കിലോ, കാലിൽ ഒരു കല്ല് തട്ടിയാൽ പോലും അവൻ സ്വബറ, അവൻ ക്ഷമിക്കും. അവൻ നന്മ കിട്ടിയാൽ അൽഹംദുലില്ലാ എന്ന് പറയും. പ്രയാസം വന്നാലോ ക്ഷമിക്കുകയും ചെയ്യും. ഇത് മുഅ്മിനല്ലാതെ മറ്റാർക്കുമില്ല. എന്താ അതിന്റെ അർത്ഥം? ഇത് അഖീദ ഉള്ളവന് മാത്രമേ ഉള്ളൂ. കാരണം നന്മ കിട്ടി നന്ദി കാണിച്ചാൽ ലഇൻ ശകർതും ലഅസീദന്നകും, നന്മക്ക് നമ്മൾ നന്ദി കാണിച്ചാൽ കൂടുതൽ തരും. നന്ദി കേട് കാണിച്ചാലോ എൻ്റെ ശിക്ഷ കഠിനമാണ്. ആ രണ്ടും അവനറിയാം. അതൊരു അഖീദയാണ്. അപ്പോൾ റബ്ബിനോട് ഇങ്ങനെ എപ്പോഴും അൽഹംദുലില്ലാ. ആരോഗ്യത്തിന്റെ പേരിൽ അൽഹംദുലില്ലാ, നിയമത്തുകളുടെ പേരിൽ അൽഹംദുലില്ലാ, ഹിദായത്തിന്റെ പേരിൽ അൽഹംദുലില്ലാ. ഏത് കാര്യത്തിൽ തന്റെ കുടുംബത്തെ കാണുമ്പോൾ അൽഹംദുലില്ലാ, മക്കളെ കാണുമ്പോൾ അൽഹംദുലില്ലാ, ഭാര്യയെ കാണുമ്പോൾ അൽഹംദുലില്ലാ, വീട് കാണുമ്പോൾ അൽഹംദുലില്ലാ. എപ്പോഴാ വരാന്നറിയോ? അഖീദ ശരിക്കുണ്ടെങ്കിൽ ലഇൻ ശകർതും ലഅസീദന്നകും, നന്ദി കാണിച്ചാൽ കൂടുതൽ തരാം. നന്ദി കേടാണോ എൻ്റെ ശിക്ഷ കഠിനമാണ്. ഇതൊരു പ്രയാസമാണ്. ഭാര്യന്റെ ഭാഗത്ത് പ്രയാസം, മക്കളുടെ ഭാഗത്ത് പ്രയാസം, ഏത് ഭാഗത്തുനിന്നും ആകട്ടെ അവന് പ്രയാസമുണ്ട് എങ്കിൽ ആ മേഖലയിൽ അവൻ ക്ഷമിക്കുകയാണെങ്കിൽ അതും അവന് ഖൈറാണ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. അതോടൊപ്പം തന്നെ സഹോദരന്മാരെ, നന്മകൾ പ്രവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത് ഈ അഖീദയാണ്. നമ്മളെ നന്മയിലേക്ക് ക്ഷണിക്കേണ്ടത്, നമ്മളെ നന്മയിലേക്ക് കൈപിടിക്കേണ്ടത്. ഇപ്പൊ പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ് ഒരാള്, നമസ്കാരത്തിന് മുമ്പ് 10 മിനിറ്റ് മുമ്പ് അവൻ നേരത്തെ വന്നിരിക്കുന്നു. എന്തേ കാരണം? അങ്ങനെ നേരത്തെ വന്നിരുന്നാൽ മലക്കുകൾ പറയും അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ അവനെ നീ പുറത്തു കൊടുക്ക്, അവനോട് നീ കരുണ കാണിക്ക്. ഇതൊരാൾ അറിഞ്ഞും ആ അഖീദ ഉൾക്കൊണ്ടാൽ അവൻ നേരത്തെ അവിടെ വന്നിരിക്കും. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഏത് വിഷയത്തിലും. പള്ളിയിലേക്ക് നടന്ന് വിദൂരത്ത് നിന്ന് വരുന്ന ഒരു സ്വഹാബിയെ മറ്റൊരു സ്വഹാബി കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളെ വീട് പള്ളിന്റെ അടുത്തേക്ക് മാറ്റിക്കൂടെ? കാരണം ഓരോ വ്യക്തിയും ഇങ്ങനെ ദൂരം നിന്ന് വരണ്ടേ. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? ഇന്നി ഉരീദു അൻ യുക്തബ മംശായ, പള്ളിയിലേക്കുള്ള ഓരോ നടത്തവും രേഖപ്പെടുത്തപ്പെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ആ അഖീദയാണ് ഇദ്ദേഹത്തെ ഈ ഒരു നന്മയിലേക്ക് നയിച്ചത്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, പള്ളിയിലേക്ക് ഒരാൾ വന്നാൽ, അത് വന്നാലും തിരിച്ചു പോയാലും അഅദ്ദല്ലാഹു ലഹു നുസ്ലൻ, ഓരോ വരവിനും ഓരോ പോക്കിനും അല്ലാഹു തആല അവന് സൽക്കാരം എങ്ങനെ രേഖപ്പെടുത്തി വെക്കും നാളെ സ്വർഗത്തിലേക്ക് വേണ്ടി. അതവൻ മനസ്സിലാക്കി. അപ്പൊ അതിനു വേണ്ടി അവൻ ഇതായി പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഏത് കാര്യവും. ചില ആളുകളുണ്ട്, തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. കണ്ടോ, അല്ലാഹനെ പേടിച്ചും സ്വർഗം ആഗ്രഹിച്ചും റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ. അവർ രാത്രി എഴുന്നേൽക്കുകയാണ്, അവർ അല്ലാഹ് കൊടുത്ത് ചെലവഴിക്കുകയാണ്. അവർക്ക് അല്ലാഹ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ത്? അവരുടെ ഒരാളുടെയും കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ലാത്തത്, കാതുകൾ കേട്ടിട്ടില്ലാത്തത്. അത് ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഹദീസിൽ നമുക്കത് കാണുവാനും സാധിക്കും. അപ്പോ ഫലാ തഅലമു നഫ്സും അല്ലാഹു തആല എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ഒരാൾക്കും അറിയില്ല എന്ന്. അപ്പൊ അതൊരു അഖീദയാണ്. അല്ലാഹ് എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്, അതിനുവേണ്ടി അവൻ ഉറക്കമുളക്കുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ സഹോദരന്മാരെ, നന്മകൾ ആവർത്തിച്ച് കൂടുതലായി ചെയ്യാനും നന്മകൾ വർദ്ധിപ്പിക്കുവാനും അതോടൊപ്പം തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനും. ഒരു തിന്മ നമ്മൾ ചെയ്യുമ്പോൾ
സ്വാഭാവികമായും മനുഷ്യരാണ്, തിന്മകൾ സംഭവിച്ചു പോകാം. അങ്ങനെ തിന്മ സംഭവിച്ചു പോയാലോ ദക്കറുല്ലാഹ്, ഉടനെ അവൻ അള്ളാഹിനെ ഓർക്കും. ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, എന്നിട്ട് അവൻ ഇസ്തിഗ്ഫാർ നടത്തും. എന്തേ കാരണം? അവൻ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കി. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അത് കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അപ്പൊ ഞാൻ തൗബ ചെയ്യണം. ഈ തൗബ ചെയ്താലോ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു ആരാണ്? ഗാഫിറുദ് ദംബ്, പാപം പൊറുക്കുന്നവനാണ്. അതാ നമ്മുടെ അഖീദ, അത് പഠിക്കണം. ഖാബിലുത് തൗബ, തൗബ സ്വീകരിക്കുന്നവനാണ്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കാൻ അല്ലാഹ് അല്ലാതെ ആരുണ്ട്? ഇന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ എല്ലാം പൊറുക്കുന്നവനാണ്. വഇന്നി ലഗഫാറുൻ ലിമൻ താബ്, തൗബ ചെയ്തവൻ ഞാൻ പുറത്തു കൊടുക്കുന്നവനാണ്. ഇതൊക്കെ അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട അഖീദകളാണ്. ആ അഖീദ ഉൾക്കൊണ്ട് കഴിഞ്ഞാലോ എന്ത് തെറ്റ് സംഭവിച്ചാലും അവൻ ആത്മാർത്ഥമായി റബ്ബിലേക്ക് എന്ത് ചെയ്യും? തൗബ ചെയ്ത് മടങ്ങും. തെറ്റുകൾ കഴിവിന്റെ പരമാവധി ചെയ്യാതിരിക്കും. കാരണം അല്ലാഹു തആല ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹ് പതിയിരിക്കുകയാണ്, വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യഅലമു ഖായിനത്തുൽ അയുൻ, കണ്ണുകളുടെ കട്ടുനോട്ടം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വമാ തുഖ്ഫി സുദൂർ, നിങ്ങൾ ഹൃദയത്തിനകത്തുള്ള കാര്യങ്ങളും അല്ലാഹു തആല അറിയുന്നവനാണ്. യഅലമു സിർറ വഅഖ്ഫ, രഹസ്യമാക്കിയതും പരസ്യമാക്കിയതും അറിയുന്നവനാണ്. വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം, എല്ലാ അറിവുള്ളവർക്ക് മുകളിൽ ഒരു അറിവുള്ളവനായ അല്ലാഹു. ഇതൊക്കെ റബ്ബിനെ കുറിച്ചുള്ള അഖീദകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് പറയേണ്ട കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് വിശദമായി നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്തൊക്കെയാണ് അഖീദയുടെ ഭാഗമായി വരുന്നത്. ആ അഖീദ നമ്മൾ എങ്ങനെയൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ ഉൾക്കൊള്ളണം, അത് ശരിയായ രീതിയിൽ ക്ഷമയോടുകൂടി നമ്മൾ ഒരു ദർസ് രൂപത്തിൽ ഇരുന്ന് പണ്ഡിതന്മാരെ ഉപയോഗപ്പെടുത്തി അത്തരം കാര്യങ്ങൾ പഠിക്കാം. അതിൻ്റെ ആവശ്യകതകളും എന്നിട്ട് അതിൻ്റെ ഓരോരോ വിശദീകരണങ്ങളും. അങ്ങനെ നമ്മൾ അഖീദയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിൻ്റെ ഏത് മേഖലയും നന്നാവുകയുള്ളൂ, എല്ലാതരം തിന്മകളും അകന്നു പോവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ ആ അല്ലാഹു നിയോഗിച്ച പ്രവാചകന്മാരിലൂടെ, ആ പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശത്തിലൂടെ ശരിയായ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥമായ അഖീദയും അതിനനുസൃതമായ നിലക്കുള്ള കർമ്മങ്ങളും സ്വീകരിച്ചുകൊണ്ട് നല്ലവരായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ ന്യൂനതകൾ, വന്നുപോയ പോരായ്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഈ പള്ളിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത പല ആളുകൾ ജീവിച്ചിരിക്കുന്നവരുണ്ടാകാം, മരിച്ചു പോയവരുണ്ടാകാം. ഇതിനുവേണ്ടി പണം ചെലവഴിച്ച ഒരുപാട് ആളുകൾ ഇന്നുള്ളവരുണ്ടാകാം, മുമ്പുള്ളവരും ഉണ്ടാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം അവരുടെ ഖബറിലേക്ക് വെളിച്ചത്തിന് കാരണമാക്കി കൊടുക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.